എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ മനോഹരമായ ദിവസം അതിരാവിലെ എനിക്ക് നിങ്ങളുടെ അടുത്ത് കടന്നു വരുവാൻ, എൻ്റെ പ്രിയ പ്രേക്ഷകരുമായി അല്പം സംസാരിക്കുവാനും ആശയവിനിമയം നടത്തുവാനും മാതാപിതാക്കളുമായി, ഗുരുഭൂതരുമായും പ്രിയപ്പെട്ട ജനങ്ങളുമായും അല്പസമയം ആശയവിനിമയം നടത്തുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കിയതിന് ദൈവത്തിന് സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. വളരെ സങ്കീർണമായ ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പലരും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ശരിയായിരിക്കാം. എന്നാൽ ലോകമുണ്ടായ കാലം മുതൽ ഇന്ന് വരെയും മനുഷ്യൻ ജീവിക്കുന്നു, മൃഗജാലങ്ങൾ ജീവിക്കുന്നു, പക്ഷി മൃഗാദികളൊക്കെ ജീവിക്കുന്നു. സകലമാന സംസ്കാരങ്ങളും ജീവിക്കുന്നു, നശിക്കുന്നു. എന്നാൽ ഇവിടെ വേറൊരു വലിയ കാര്യം നമുക്ക് ഓർക്കുവാനുള്ളത്, ഇന്ന് മനുഷ്യൻ്റെ ശരീരത്തിലെ പല ഭാഗങ്ങളും മാറ്റിവെക്കുന്നു. ജീവനെ തന്നെ പിടിച്ചു നിർത്തി അതിനെ വേറൊരു രീതിയിൽ ആക്കിക്കൊണ്ട് ഹൃദയം, തലച്ചോറ്, മജ്ജകൾ, ശരീരഭാഗങ്ങളെല്ലാം മാറ്റിവെക്കുകയും ശസ്ത്രക്രിയയും ചെയ്യുന്നു. നല്ലത് തന്നെ. അത് ചെയ്യുന്ന ഡോക്ടർമാരുടെ കഴിവുകൾ എന്തുമാത്രമുണ്ട് എന്നുള്ളത് നമുക്ക് ചിന്തിക്കുവാൻ പോലും സാധിക്കാത്ത കാര്യമാണ്. ശാസ്ത്രം അത്രമാത്രം പുരോഗമിച്ചു. എന്നാൽ ഇവിടെ വേറൊരു വലിയ ചിന്ത ഉടലെടുക്കുന്നത്, ഈ ശസ്ത്രക്രിയകളൊക്കെ നടത്തുന്ന മനുഷ്യൻ, അല്ലെങ്കിൽ ഡോക്ടർ, അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റ്, എത്രയോ ആളുകൾക്ക് ജീവൻ നൽകുന്നു, അല്ലെങ്കിൽ അത് നിലനിർത്തുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് സത്യമായൊരു കാഴ്ചയാണ്. എന്നാൽ ഈ മനുഷ്യൻ തന്നെ അതിനടിമപ്പെടുന്നു, അല്ലെങ്കിൽ മരണത്തിനടിമപ്പെടുന്നു എന്നുള്ളത് ആരെക്കൊണ്ട് നിഷേധിക്കുവാൻ സാധിക്കാത്ത കാര്യമാണ്. അനേകർക്ക് അത്താണിയായിരുന്ന മനുഷ്യൻ, അനേകരെ കൈപിടിച്ച് നടത്തിയ മനുഷ്യൻ, അനേകരെ ദുഃഖങ്ങളിൽ നിന്ന് വിടുവിക്കുവാനായിട്ട് പരിശ്രമിച്ച മനുഷ്യൻ പരിശ്രമിച്ച് ഒരു പരിധി വരെ സാധിച്ചു. പക്ഷെ ആ മനുഷ്യൻ ആ രോഗത്തിന് അടിമയായി തീരുക, അതിൽ നിന്ന് അവനെ രക്ഷപ്പെടാനൊക്കാത്ത അവസ്ഥാവിശേഷം വന്നുകൊണ്ടേയിരിക്കുന്നു. അതെന്തോ ഒരു വിരോധാഭാസമാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. യുദ്ധമുഖത്ത് നിൽക്കുന്നവർ, അവർ യുദ്ധം ചെയ്യുന്നു, അവർ പ്രവർത്തിക്കുന്നു, അവരവരുടെ ജോലി ചെയ്യുന്നു. പക്ഷേ അതിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടുവാൻ സാധിക്കാതെ വരുന്നു. തങ്ങളുടെ ജീവനെ രക്ഷിക്കുവാനായിട്ട് അവർക്കും സാധിക്കുന്നില്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഒരു കാലത്ത് ലോകത്തിൽ കിടുകിട പറപ്പിച്ച വീരയോദ്ധാക്കന്മാരെ, ശൂരപരാക്രമശാലികൾ എല്ലാം തങ്ങളുടെ കൈപ്പടയിൽ ഒതുക്കി ജീവിച്ച കാലം, തിരുവായ്ക്ക് എതിർവായി ഇല്ലാത്ത കാലം, ആരും എതിർക്കാൻ ഇല്ലാത്ത കാലഘട്ടം. പക്ഷേ ആ മനുഷ്യൻ്റെ ജീവിതം എതിർപ്പിൻ്റെയും ദുഃഖത്തിൻ്റെയും പോർവിളികളുടെയും നാളുകളായി മാറിയാൽ എന്താണ് ഇതിൻ്റെ അവസാനം? അവിടെയാണ് നാം ചിന്തിക്കേണ്ടത്. മനുഷ്യജീവിതം നിസ്സാരമല്ല. മനുഷ്യജീവിതം വിലപ്പെട്ടതാണ്. മനുഷ്യജീവിതം കുറച്ചു കാലത്തേക്കേ ഉള്ളൂ. എങ്കിലും അവൻ ആ കാലഘട്ടങ്ങളിൽ ജീവിക്കുമ്പോൾ നല്ല പ്രവൃത്തി ചെയ്ത് ജീവിക്കുവാൻ പരിശ്രമിക്കുക. കോടാനുകോടി സ്വത്തുക്കൾ ഉണ്ടാക്കിയിട്ട് ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പറ്റാതെ വർഷങ്ങളായി പട്ടിണിയിൽ അല്ലെങ്കിൽ നിരാശയിൽ കഴിഞ്ഞുകൂടുന്ന എത്രയോ ജനങ്ങളുണ്ട്. നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മൾ കാണുന്നതാണ്. ചരിത്ര സംഭവങ്ങളെ വിളിച്ചു പോകുന്നതാണ്.
മതം നമ്മളെ ഉപദേശിക്കുന്നു രക്ഷപ്പെടുക, നമുക്ക് ഇതിൽ നിന്ന് മോചനമുണ്ട് എന്നുള്ളത് മതം നമ്മെ എല്ലാ മതങ്ങളും പറയുകയും ചോദിക്കുകയും കാണിച്ചു തരികയും ചെയ്യുന്ന വഴിയുണ്ട്. പക്ഷെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കുവാൻ ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ സാധിക്കുന്നില്ല എന്നുള്ളത് നിരാശാജനകമായൊരു കാര്യമാണ്. എന്തിനേറെ പറയുന്നു, അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യുന്നു, അഴുക്കുള്ളവൻ അഴുക്കാകുന്നു, ബുദ്ധിമാൻ ബുദ്ധികെട്ടവനായി പ്രവർത്തിക്കുന്നു, സംസ്കാരമുള്ളവൻ സംസ്കാരശൂന്യനായി തീരുന്നു, അധികാരികൾ തങ്ങളുടെ അധികാരം ദുർവിനിയോഗം ചെയ്യുന്നു, എവിടെയും കവർച്ചയും കള്ള നാണയങ്ങളും പ്രചരിച്ചു കൊണ്ടേയിരിക്കുന്നു. മനുഷ്യർ സ്വസ്നേഹികളായി ദ്രവ്യാഗ്രഹികളായി മുമ്പ് പറയുന്നവരായി അക്രമത്തിനും അനീതിക്കും കൂട്ടുനിന്നുകൊണ്ട് ന്യായാധിപ സംഘത്തെ വരെയും കൈക്കലാക്കുന്ന അല്ലെങ്കിൽ അധികാരസ്ഥാനങ്ങളെ കൈക്കലാക്കുന്ന ജനതതി ആയി മാറിയിരിക്കുന്നു. ധനം ഒന്നുമില്ല എന്ന് സന്യാസിവീരന്മാരും മതപണ്ഡിതന്മാരും മതവും നമ്മെ പഠിപ്പിക്കുമ്പോൾ രാഷ്ട്രീയക്കാർ പറയുന്നു ഈ പണം അത്യാവശ്യമാണ്. ഏത് വിധേനയും പണം ഉണ്ടാക്കുവാൻ എല്ലാ ആളുകളും തത്രപ്പെടുമ്പോൾ ഒരുപറ്റം ആളുകൾ പണത്തിനു വേണ്ടി കിഞ്ചുന്ന അവസ്ഥാവിശേഷം. ഇങ്ങനെ ലോകം ഒരു വലിയ ദുരിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ടേയിരിക്കുന്നു. ഇതിൽ നമുക്ക് രക്ഷപ്പെടുവാൻ ഒരേ മാർഗമുള്ളൂ. എന്താണ്? ഈശ്വരവിശ്വാസം, സഹോദരി സ്നേഹം, സൗഹാർദ്ദം. ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ലോകത്തിൽ കുറച്ച് നാൾ ജീവിക്കുമ്പോൾ സ്വസ്ഥമായും സമാധാനമായും ജീവിക്കാൻ സാധിക്കുമെന്നുള്ളത് ലോകചരിത്രവും നമ്മുടെ ചുറ്റുപാടുകളും മതവും എല്ലാം പഠിപ്പിക്കുന്നു. പക്ഷേ അത് പഠിപ്പിക്കുന്നവർ തന്നെ അതിനടിമകളായി മാറുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമായ സത്യമാണ്. ഈ ഡോക്ടർ, ഈ സ്പെഷ്യലിസ്റ്റ് എത്രയോ ആളുകളുടെ ഹൃദയം മാറ്റിവെച്ചു, എത്രയോ തലച്ചോറുകൾ മാറ്റിവെച്ചു, പല ഭാഗങ്ങൾ ഓപ്പറേറ്റ് ചെയ്ത് കൂട്ടിച്ചേർത്തു. പക്ഷെ അവന് അതേ രോഗം വന്നാൽ രക്ഷപ്പെടുവാനായിട്ട് സാധിക്കുന്നവൻ മരണത്തിനും അധീനനായിത്തീരുന്നു. എത്ര ബുദ്ധിമാന്മാരായാലും എത്ര പണ്ഡിതന്മാരായാലും സംസ്കാരശൂന്യരായി തീരുന്ന അവസ്ഥാവിശേഷം, ആരും താങ്ങും താഴ്ന്നുമില്ലാതായിത്തീരുന്ന അവസ്ഥാവിശേഷം, അത് നമുക്ക് മാറ്റിയേ മതിയാകുള്ളൂ. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് വരും കാലങ്ങളിൽ എങ്ങനെ കഴിയാം, നമ്മുടെ ശരീരം മാറിയാൽ ആത്മാവ് എവിടെ പോകും എന്നുള്ളതിനെക്കുറിച്ച് നാം ഉലങ്കഷമായി ചിന്തിക്കണം. ഇന്നത്തെ മതാചാര്യന്മാർ പറയുന്നത് പോലോ ഇന്നത്തെ രാഷ്ട്രീയക്കാർ പറയുന്നത് പോലോ ഉള്ള ഒരു രീതിയല്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം. യഥാർത്ഥമായ ഈശ്വരവിശ്വാസം നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ തലമുറകൾക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ ദുഷ്ടലോകത്തിൽ യഥാർത്ഥമായി ജീവിക്കാൻ നമുക്ക് സഹായിക്കട്ടെ എന്നുള്ള ആശംസയോടുകൂടി, അനീതി ചെയ്യാതെ, അക്രമം ചെയ്യാതെ, പിടിച്ചു പറിക്കാതെ, ന്യായം മറിച്ച് കളയാതെ ജീവിക്കുവാൻ പറ്റുമെങ്കിൽ മറ്റുള്ളവരുടെ ക്ഷേമം അന്വേഷിച്ചുകൊണ്ട്, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളെ കഴിയുന്ന ചെറിയ സഹായങ്ങൾ ചെയ്തുകൊണ്ട് അവരെയും ഉന്നത ശ്രേണിയിൽ സമൂഹത്തിൽ എത്തിച്ചേരുവാൻ പ്രാപ്തരാക്കുന്നതിന് വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. അതിന് ഈശ്വരൻ സഹായിക്കട്ടെ, ജനങ്ങൾ സഹായിക്കട്ടെ, രാഷ്ട്രം സഹായിക്കട്ടെ. എല്ലാം നമുക്ക് അർപ്പണബുദ്ധിയോടുകൂടി പ്രവർത്തിക്കാൻ സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സംഹരിക്കുന്നു. എൻ്റെ പേര് ബേബി മല്ലശ്ശേരി. താങ്ക് യു വെരി മച്ച്.